നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി കസേരയിൽ നിന്നിറങ്ങില്ല, ഭരണമില്ലെങ്കിൽ മൊത്തം ബംഗാളിന് തീയിടും. കൈവിട്ട നിലയിലേക്ക് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും സുവേന്ദു അധികാരിക്ക് ഭരിക്കാൻ കഴിയാത്ത സാഹചര്യം. ബംഗാൾ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ. മമതാ ബാനർജിയെ തൂക്കി ജയിലിലിട്ടേക്കാൻ സുവേന്ദുവിനോട് ഉത്തരവിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. മമതയ്ക്കെതിരായ അഴിമതി കേസുകളെല്ലാം പൊടി തട്ടിയെടുക്കുകയാണ് സുവേന്ദു. മമതയ്ക്കും ശിങ്കിടികൾക്കും ഉടൻ വിലങ്ങു വീഴും. CBI, ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ ഈ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. മമതയുടെ കൂട്ടത്തിലുള്ളവരെ തൂക്കിയെടുത്തോണ്ട് പോയിട്ടുള്ള കേന്ദ്ര ഏജൻസികളെ അവരുടെ ഓഫീസ് വളഞ്ഞ് ആക്രമിച്ച് ഇറക്കിക്കൊണ്ടുപോകുന്ന ഗുണ്ടായിസമാണ് ഇതുവരെ മമത കാണിച്ചത്. ഇനി അത് വിലപ്പോകില്ലെന്ന് സുവേന്ദുവിന്റെ പ്രഖ്യാപനം. മമതയെ തൂക്കി അകത്തിടുമ്പോൾ തൃണമൂൽ ഇളകും. നാടവർ കത്തിക്കുമെന്ന് സുവേന്ദു അധികാരിക്കറിയാം. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മമതയെ കേന്ദ്രസേന വളയും. കേന്ദ്ര ഏജൻസികൾ തൂക്കി അകത്തിടും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. BJPയെ നേരിടാൻ മമത കൈവിട്ട നിലയിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് സുവേന്ദുവിനുള്ളത്. കാരണം അങ്ങനെ പെട്ടെന്ന് മെരുങ്ങുന്ന ഒരു പ്രകൃതക്കാരിയല്ല മമതാ ബാനർജി. അതുമാത്രമല്ല, അവർക്കൊപ്പമുള്ളത് തൃണമൂൽ എന്ന ഒരു ഗുണ്ടാ സംഘം, ഒരു മാഫിയ സംഘവുമാണ്. ബംഗ്ലാദേശികളെ ഇറക്കി തൃണമൂൽ കലാപത്തിന് കോപ്പുകൂട്ടുമോ, തീവ്ര ഗ്രൂപ്പുകളെ കളത്തിലിറക്കുമോ തുടങ്ങി ബംഗാൾ മുൾമുനയിലാണ്. ബംഗ്ലാദേശിൽ നിന്ന് മമതയ്ക്ക് പിന്തുണയുമായി ചിലർ തലപൊക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അപകടം നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് പശ്ചിമ ബംഗാൾ കടന്നു പോകുന്നത്. ബംഗാൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ബംഗ്ലാദേശിലെ 170 ദശലക്ഷം മുസ്ലിങ്ങൾ മമതാ ബാനർജിയെ പിന്തുണയ്ക്കും. മുഴുവൻ ബംഗ്ലാദേശും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കും. മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളും ഡൽഹിയുടെ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം. ബംഗാൾ ബാഹ്യമോ ബംഗാളികൾ ഇല്ലാത്തതോ ആയ നിയന്ത്രണത്തിന് വഴങ്ങരുത്. പശ്ചിമ ബംഗാളിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണം. മമത കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കരുത്. BJP ഹിന്ദു വർഗീയവാദികളാണ്. മമത ഒരു സാഹചര്യത്തിലും അധികാരം ഉപേക്ഷിക്കരുത്. മമത ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. മമതയെ പിന്തുണച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ജമാഅത്ത് നേതാവ് MD നൂറുൽ ഹുദ പ്രഖ്യാപിച്ചതാണ് ഇങ്ങനെ. ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാണ്. ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും തീവ്ര ഗ്രൂപ്പുകൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ഭ്രാന്തന്റെ വായിട്ടലയ്ക്കൽ എന്ന് നമുക്ക് തോന്നും. പക്ഷേ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിലെ അപകടം നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ബംഗാളിൽ മമതാ ബാനർജിക്ക് അധികാരം പോയത് അവിടുത്തെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. ബംഗ്ലാദേശ് പാർലമെന്റിലും BJP ബംഗാൾ പിടിച്ചടക്കിയത് ചർച്ചയായി. ഇനി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് ഒരുപാട് പേർ വരും എന്ന ആശങ്കയും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവർ ഇത് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു അവസരമായിട്ടെടുത്തിരിക്കുകയാണ്. ബംഗാൾ കേന്ദ്രീകരിച്ച് പുതിയ രാഷ്ട്രം എന്ന തീക്കളിക്കാണ് അവർ ചൂട്ടുപിടിക്കുന്നത്. കത്തിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തൃണമൂലിന് അധികാരം നഷ്ടമായതിനു ശേഷം ബംഗാൾ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 6 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മെയ് 4-ന് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ BJP, തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BJPയും തൃണമൂൽ കോൺഗ്രസും തങ്ങളുടെ 2 പ്രവർത്തകർ വീതം കൊല്ലപ്പെട്ടതായിട്ട് അവകാശപ്പെട്ടിട്ടുണ്ട്. കൊൽക്കത്ത, ഹൗറ, ബെൽഗാട്ട, അസൻസോൾ, കൂച്ച് ബിഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായ അക്രമങ്ങളും ഓഫീസുകൾ തകർക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും 100 കണക്കിന് ആളുകൾ മരിക്കുന്ന നാടാണ് ബംഗാൾ. തോക്ക്, കത്തി, വടിവാൾ, ഇരുമ്പുവടി, നാടൻ തോക്ക് എന്നിവയൊക്കെയാണ് അവിടുത്തെ കൊലപാതകങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. പക്ഷേ വിദേശ നിർമ്മിത തോക്കുകൊണ്ടാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ചന്ദ്രനാഥ് രഥിനെ വധിക്കാൻ ഓസ്ട്രേലിയൻ നിർമ്മിതമായ ഗ്ലോക്ക് പിസ്റ്റലാണ് ഉപയോഗിച്ചത്. സാധാരണ കുറ്റവാളികൾ ഉപയോഗിക്കാത്ത ഇത്തരം അത്യാധുനിക വിദേശ തോക്കുകൾ ഉപയോഗിച്ചത് കൊലപാതകത്തിന് പിന്നിൽ പ്രൊഫഷണൽ ഷൂട്ടർമാരാണ് എന്ന സംശയത്തിന് ബലം നൽകുന്നുണ്ട്. കൊലപാതകം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആസൂത്രിതമായി നടപ്പിലാക്കിയതാണ്. ഏകദേശം 55 സെക്കൻഡുകൾക്കുള്ളിലാണ് അക്രമികൾ കൃത്യം നിർവഹിച്ചതെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മൊസാദൊക്കെ നടത്തുന്നത് പോലെയുള്ള ഈ കൊല ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു.
മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്ന ചന്ദ്രനാഥ് രഥ് കഴിഞ്ഞ 5 വർഷമായി സുവേന്ദു അധികാരിയുടെ വിശ്വസ്ത സഹായിയായിരുന്നു. ഈ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് നടത്തിയതെന്നും സുവേന്ദു അധികാരി ആരോപിച്ചിട്ടുണ്ട്. കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അക്രമങ്ങൾക്കും കൊലകൾക്കും പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ടോ എന്നും സുവേന്ദു അധികാരി സംശയിക്കുന്നുണ്ട്. കാരണം ഈ വിദേശ നിർമ്മിത തോക്ക് എവിടെ നിന്ന് വന്നു ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ? ഇത് വെറുമൊരു തൃണമൂൽ അക്രമമല്ല, കൃത്യമായി സ്കെച്ചിട്ട് കൊല നടത്തി. ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ വിദേശ ശക്തികളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ശക്തികൾക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്നും പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് ബംഗ്ലാ രാഷ്ട്രവാദവും വരുന്നത്. പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്ന വാദം അഥവാ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ആശയം ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ ചർച്ചാ വിഷയമാകാറുണ്ട്. ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുൽത്താനത്ത് ബംഗ്ല എന്ന സംഘടന പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും മ്യാൻമാറിലെ ചില ഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് രൂപീകരിക്കണമെന്ന വിഘടനവാദ അജണ്ട ഉയർത്തുന്നുണ്ട്. മധ്യകാലഘട്ടത്തിലെ സ്വതന്ത്ര മുസ്ലിം ഭരണകൂടമായിരുന്ന ബംഗാൾ സുൽത്താനേറ്റിന്റെ ചരിത്രപരമായ സ്വാധീനത്തെ ഈ സംഘടന പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സംഘടനയ്ക്കും പിന്നിൽ തുർക്കിയാണ് എന്നുള്ള ചില വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ടർക്കിഷ് യൂത്ത് ഫെഡറേഷൻ എന്ന NGOയുടെ പിന്തുണയോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, നേരത്തെ തുർക്കി സുൽത്താനേറ്റിന്റെ പുനഃസ്ഥാപനത്തിനായി ലോകത്ത് ചിലർ വലിയ ശ്രമങ്ങൾ നടത്തിയതും ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടായതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കൈവിട്ട കളികളിലേക്ക് ഈ നീക്കം പോകുകയാണോ എന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത്. 2025 ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പ്രദർശനത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗമായി കാണിക്കുന്ന ഭൂപടം പ്രദർശിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇത് ചരിത്രപരമായ ബംഗാൾ സുൽത്താനേറ്റിനെ സൂചിപ്പിക്കുന്നതാണെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല എന്നും അന്ന് സംഘാടകർ വിശദീകരിച്ചു. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇവർ ശ്രമിക്കുന്നുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംഘടന ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നതിന് തെളിവില്ലെന്ന് ബംഗ്ലാദേശിലെ വസ്തുതാന്വേഷണ പ്ലാറ്റ്ഫോമായ ബംഗ്ലാ ഫാക്ട് അവകാശപ്പെട്ടു. പക്ഷേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി S. ജയശങ്കർ ഈ വിഷയത്തിൽ ഇന്ത്യ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് രാജ്യസഭയിൽ അറിയിച്ചിട്ടുണ്ട്. സംഘടനയ്ക്ക് തുർക്കിയിലെ ഒരു NGOയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ത്യ അന്വേഷിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശ് സർക്കാരിന്റെ ഫാക്ട് ചെക്കിംഗ് പ്ലാറ്റ്ഫോമായ ബംഗ്ലാ ഫാക്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിഷേധിക്കുകയും ഭൂപടം വെറും ചരിത്രപരമായ പ്രദർശനം മാത്രമാണെന്ന് വിശദീകരിക്കുകയും ചെയ്ത് തടിതപ്പി. പക്ഷേ സംഘടനയുടെ ആശയങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ ഇന്ത്യ രഹസ്യ നിരീക്ഷണമടക്കം നടത്തി വരികയാണ്. ഇപ്പോൾ വീണ്ടും അവർക്കൊരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ്, ബംഗാൾ വഴി. കാരണം ബംഗാളിൽ ഇപ്പോൾ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൂടെ നുഴഞ്ഞു കയറാനാണ് ബംഗ്ലാദേശിലെ ഈ തീവ്ര ഗ്രൂപ്പ് ശ്രമിക്കുന്നത് എന്നാണ് വാദം വരുന്നത്. ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ എത്തിക്കാൻ ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് വലിയ സഹായം ചെയ്തു കൊടുക്കുന്നത് തൃണമൂലിൻ്റെ പ്രാദേശിക നേതാക്കളാണ്. കോഴിക്കടത്ത്, കാലിക്കടത്ത് എന്നീ പരിപാടികൾ പോലെ അവർക്ക് എളുപ്പമുള്ള കാര്യമാണ് മനുഷ്യക്കടത്തും. വേലിയില്ലാത്തടത്തു കൂടി അതിർത്തി കടക്കുകയാണ് ഇതിലെ ആദ്യ കടമ്പ. ബംഗ്ലാദേശിലെ ഏജന്റുമാർ ആളുകളെ തെരഞ്ഞെടുത്ത് അതിർത്തി വരെ എത്തിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഗത്തെ ഏജന്റുമാർ ഇവരെ സുരക്ഷിതമായി ബസ് സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ എത്തിക്കുന്നു. ഏകദേശം 7,000 മുതൽ 15,000 രൂപ വരെയാണ് ഒരാളിൽ നിന്നും അതിർത്തി കടക്കാൻ ഈ സംഘങ്ങൾ ഈടാക്കുന്നത്. വ്യാജ ആധാർ കാർഡും തിരിച്ചറിയൽ രേഖകളും നിർമ്മിച്ചു നൽകാനും പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 2 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഏകദേശം 57 ലക്ഷം മുതൽ 1.2 കോടി വരെ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം 20 മുതൽ 50 ലക്ഷം വരെ ആളുകൾ അനധികൃതമായി താമസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇതൊരു ഏകദേശ കണക്കാണ്. NRC നടപടികൾക്ക് ശേഷം 19 ലക്ഷത്തോളം പേരെയാണ് താൽക്കാലികമായി പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോൾ SIR പ്രകാരം 90 ലക്ഷം പേർ ബംഗാളിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. ഇതിൽ ലക്ഷങ്ങൾ ബംഗ്ലാദേശികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗ്രേറ്റർ ബംഗാൾ നീക്കത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെന്ന ആരോപണവും ഭീതി ഉയർത്തുന്നതാണ്.
ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് പശ്ചിമ ബംഗാളിലെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റത്തിലൂടെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്തി ഈ വിഘടനവാദത്തിന് അടിത്തറയൊരുക്കാൻ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് മുൻ ജമാഅത്തെ BNP ഭരണകാലത്ത് ബംഗ്ലാദേശിൽ താവളങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ബംഗ്ലാദേശ് സർക്കാർ ഔദ്യോഗികമായി ഇത്തരം വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ മാറിയ സാഹചര്യത്തിൽ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി ബംഗ്ലാദേശ് മാറിയതാണ് ആശങ്ക. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ശക്തമാണ്. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ചരിത്രപരമായി തന്നെ ഇന്ത്യയുമായി അകൽച്ച പാലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച സംഘടനയാണിത്. ലക്ഷക്കണക്കിന് ബംഗാളികളെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ കുരുതി കൊടുത്തു. ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇടയ്ക്ക് ഷേഖ് ഹസീനയുടെ ഭരണം വന്നതോടെ ഒന്ന് ഒതുങ്ങിയ ഇവർ വീണ്ടും ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഇത് ബംഗാളിലേക്ക് വരുമ്പോൾ ഇവിടെ ഭീതിതമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ബംഗാളിൽ വലിയ രീതിയിൽ ബംഗ്ലാദേശികളെ ഇറക്കാറുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ തൃണമൂൽ ഇവരെ ഇറക്കി കലാപത്തിന് കോപ്പുകൂട്ടാറുണ്ട്. തൃണമൂലാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഈ സംഘങ്ങളെ അതിർത്തി കടത്തി എത്തിച്ചത്. അതിൻ്റെ എത്രയോ തെളിവുകളുണ്ട്. മമതയ്ക്ക് അല്ലെങ്കിൽ തൃണമൂലിന് ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് അതിർത്തി കടന്ന് പല ഗ്രൂപ്പുകളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് ഒരു സേഫ് സോൺ, അതായത് ബംഗാൾ ഒരിക്കലും തങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടി തൃണമൂല് കാണിച്ച വലിയൊരു അബദ്ധമാണ്. ഇന്നിപ്പോൾ അവർക്ക് പോലും, ഈ പറയുന്ന തൃണമൂലിന് പോലും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ ഒരു ഭീതിക്ക് നടുവിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്. ബംഗാളിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന സാഹചര്യമാണ്. ഇതിനു മുൻപ് ഒരു ആഹ്വാനം നമ്മൾ കേട്ടത് പഞ്ചാബ് വിഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ അവർക്ക് ശക്തി കേന്ദ്രമായ ഒരു രാജ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്ന വാദം മുഴക്കിയവരാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഭീതികൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായി ഉടലെടുത്ത് നിൽപ്പുണ്ട്. ബംഗാളിലേക്ക് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഈ ബംഗ്ലാദേശിലെ തീവ്ര ഗ്രൂപ്പുകളെ വെള്ളവും വളവും കൊടുത്ത് വളർത്തി എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. CPM-നും ഇതിൽ പങ്കുണ്ട്. ഇനിയിപ്പോൾ BJP അവരവിടെ ഹിന്ദു ആഹ്വാനം മുഴക്കുകയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പാടെ തൂത്തെറിയുന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഗ്രൂപ്പ് വീണ്ടും ശക്തി പ്രാപിക്കും. അവിടെ മതത്തിൻ്റെ പേരിൽ വീണ്ടും തല്ലിക്കൊല്ലും, കൊല ചെയ്യും, കൊള്ളിവെക്കും, ബംഗാളിനെ മുഴുവൻ കത്തിക്കും.